പാകിസ്ഥാന്റെ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിക്കുകയാണ്. നമുക്കറിയാം, പഞ്ചാബ്, രാജസ്ഥാൻ, അതുപോലെ തന്നെ ജമ്മു കാശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിലാണ് പാകിസ്ഥാൻ നേരത്തെ ആക്രമണം തൊടുത്തുവിട്ടത്. ഇതിന് പിന്നാലെ ശക്തമായി തന്നെ ഇന്ത്യ തിരിച്ചടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഈ മേഖലകളിലെ ഇന്ത്യയുടെ സൈനിക താവളങ്ങളും വ്യോമതാവളങ്ങളും അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ആക്രമണം പാകിസ്ഥാൻ ലക്ഷ്യമിട്ടുകൊണ്ടെത്തിയത്. സൈനിക കേന്ദ്രങ്ങളും അതുപോലെ തന്നെ വിമാനത്താവളങ്ങളും അടക്കം ലക്ഷ്യമിട്ടായിരുന്നു ഈ പാകിസ്ഥാൻ ആക്രമണം നടത്തിയത്. എന്നാൽ അതിനുള്ള മറുപടിയായി തൊട്ട് പിന്നാലെ തന്നെ സജ്ജമായിരുന്ന ഇന്ത്യ ആക്രമണം നടത്തുകയുണ്ടായി, തിരിച്ചടിക്കുകയുണ്ടായി. ശക്തമായ തിരിച്ചടി തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിർത്തി പ്രദേശങ്ങളിലാകെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട 2 വിവരങ്ങൾ പ്രകാരം ഈ സ്ഥലങ്ങൾക്കടുത്തായി നിന്ന് 2 പാക് പൈലറ്റുമാരെ പിടികൂടി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഈ ഒരു വാർത്തയിൽ കുറച്ചുകൂടെ സ്ഥിരീകരണം വരേണ്ടതായുണ്ട്. കസ്റ്റഡിയിൽ 2 പാക് പൈലറ്റുമാർ കസ്റ്റഡിയിലുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ അതിർത്തി പ്രദേശത്ത് നിന്നുമാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇവർ പിടിയിലായ മേഖലകളിൽ പാകിസ്ഥാന്റെ വിമാനം പറന്നിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതിന് പിന്നാലെ ഒരുപക്ഷെ ഈ വിമാനം തകരുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ ഈ വിമാനങ്ങളിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് ചാടിയതാകാം എന്നുള്ളൊരു നിഗമനത്തിലാണ് എത്തി നിൽക്കുന്നത്. എന്നാൽ ഇതിൽ ഇനിയും വിശദീകരണങ്ങൾ അല്ലെങ്കിൽ വ്യക്തത വരേണ്ടതായുണ്ട്. അതേസമയം ജോലിയിൽ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെയും തിരികെ ജോലിയിൽ പ്രവേശിക്കണമെന്നുള്ള അടിയന്തരമായ കർശനമായ നിർദ്ദേശങ്ങളൊക്കെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കടക്കം നൽകിയിട്ടുണ്ട്. ജമ്മു മേഖലയിലടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശം ഇതിന് പിന്നാലെ നൽകിയിട്ടുണ്ട്. വിമാനത്താവളങ്ങളിൽ പോലും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ബ്ലാക്ക് ഔട്ടായി ആകുന്ന ഒരു സാഹചര്യമാണ് ഈ ജമ്മു കാശ്മീരിലും അതുപോലെ തന്നെ പഞ്ചാബിലും രാജസ്ഥാനിലും അടക്കം നിലവിൽ നിലനിൽക്കുന്നത്. ഈ വീടുകളിലും മറ്റും ലൈറ്റുകൾ അണയ്ക്കാനും സൈന്യവും പോലീസും ഒക്കെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നേരത്തെ മോക്ക് ഡ്രിൽ പ്രകാരം കാണിച്ചു നൽകിയതുപോലെ, മോക്ക് ഡ്രില്ലിൽ പകർന്നു നൽകിയ വിവരങ്ങൾ പോലെ ഈ സ്ഥലങ്ങളിലൊക്കെയും ഈ വീടുകളിലൊക്കെയും ലൈറ്റുകൾ ഓഫ് ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം അത് നടത്തണമെന്നുള്ള കർശനമായ നിർദ്ദേശം പോലീസിൻ്റെയും സേനയുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ജമ്മുവിലും പഞ്ചാബിലും രാജസ്ഥാനിലും അടക്കം ഈ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. നിലവിൽ ഇവിടെ നിന്നും കൂടുതൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേസമയം വലിയ രീതിയിൽ തന്നെ തിരിച്ചടിക്കണമെന്നുള്ള ഒരു ആഹ്വാനം അത് തന്നെയാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന് വേണ്ട രീതിയിലുള്ള തിരിച്ചടി നൽകണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് കേന്ദ്രം നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം. ഐശ്വര്യ അനിലുണ്ട് വിശദാംശങ്ങളുമായി. ഐശ്വര്യ, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ജമ്മു, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.